മനുഷ്യൻ്റെ തലികത്തിന് 10 പൈസ ഇല്ല. അപ്പോൾ ഇത്രയും വില ഇങ്ങനെ പെട്ടെന്ന് കൂടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. സാധനങ്ങൾക്കും കൂടുതൽ, അതോടൊപ്പം പാചക ഗ്യാസിനും കൂടുതൽ. വളരെയധികം പ്രയാസപ്പെട്ട് ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന പാചക വാതക വിലവർദ്ധനവ് സാധാരണക്കാരന്റെ അടുക്കള ബഡ്ജറ്റിനെ താളം തെറ്റിക്കുകയാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില ഒരിടവേളയ്ക്ക് ശേഷം 50 രൂപയാക്കി ഉയർത്തിയിരുന്നു. ഇത് സാധാരണക്കാരന്റെ ജനജീവിതത്തെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഓരോ ദിനവും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വലിയ പ്രയാസത്തിനിടയിലാണ് സാധാരണക്കാരന്റെ ജനജീവിതം. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിലവർദ്ധനവ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു വിലവർദ്ധനവ് എങ്ങനെയാണ് സാധാരണക്കാരന്റെ ജനജീവിതത്തെ ബാധിക്കുക എന്ന് നമുക്ക് സാധാരണക്കാരായ ജനങ്ങളോട് തന്നെ ഈ ഒരു അവസരത്തിൽ ചോദിച്ചറിയാം. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. നിലവിലെ പാചകവാതക സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു പ്രയാസത്തിലേക്കാണ് ജനങ്ങളെ തള്ളിവിടുന്നത്. എന്താണ് ഈ ഒരു അവസ്ഥയിൽ പ്രതികരിക്കാനുള്ളത്? ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥ തന്നെയാണെന്ന് അറിയാം. ഗ്യാസിന് വില കൂടിയല്ലേ സാധാരണക്കാർക്കും. പിന്നെ രണ്ട് തലയും മുട്ടിക്കാൻ തന്നെ പടാപ്പാടാണ് ജനങ്ങൾക്ക്. ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇത് വളരെ മോശം. വീട്ടമ്മമാർക്ക് കാരണം ഗ്യാസ് ഇല്ലാണ്ടപ്പോൾ നമ്മൾ ഒരു രാവിലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യണ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്യാസ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ. അപ്പോൾ ഇത്രയും വില ഇങ്ങനെ പെട്ടെന്ന് കൂടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. എല്ലാവർക്കും ഗ്യാസിന് വില കൂടുതലാണ്. അതിൽ കൂടെ ഈ 50 രൂപ വീണ്ടും കൂട്ടുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാധനങ്ങൾക്കും കൂടുതൽ, അതോടൊപ്പം പാചക ഗ്യാസിനും കൂടുതൽ. അപ്പം പിന്നെ ശമ്പളത്തിൻ്റെ ആണെങ്കിലും എല്ലാം കൂടി ഉള്ള വിഷമം ജനങ്ങൾ അനുഭവിക്കുന്നുള്ളത് ഉറപ്പാണ്. പാചകവാതത്തിന് 50 എന്നല്ല 5 രൂപയാണെങ്കിൽ തന്നെ അത് സാധാരണക്കാരന് പ്രയാസം ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ ആളുകൾ വളരെയധികം പ്രയാസപ്പെട്ട് ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. ആ കൂട്ടത്തിലിപ്പം പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ വരെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ ഒരു നയം വളരെ മോശമാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വില കൂടുതലും വിലക്കയറ്റവും കാരണം പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾ മറച്ചു വെക്കാൻ വേണ്ടി അവർ കട്ട മുതൽ ശരിയാക്കാൻ വേണ്ടി വീണ്ടും ഒരു 50 രൂപ കൂടി ഗ്യാസിൻ്റെ പേരിൽ അത് സാധാരണക്കാരന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇത് ജനങ്ങളുടെ പ്രതിഷേധം തന്നെയാണ് ഇതിനാവശ്യം. തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത തരത്തിലാണെങ്കിൽ അങ്ങനെ. ഏത് തരത്തിലും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ മാത്രമേ. പക്ഷേ എന്ത് പറഞ്ഞിട്ടും നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് എന്ത് പ്രതിഷേധം ഉണ്ടായാലും അതൊന്നും വകവെക്കാതെ അവർ തോന്നിയ പോലെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ സാധാരണക്കാരൻ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. എത്രയും പെട്ടെന്ന് കുറക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മളെ ശക്തമായിട്ടുള്ള അഭിപ്രായം. കച്ചവടക്കാർക്കൊക്കെ മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് 2-3 കുറ്റിയൊക്കെ ഡെയിലി ഉപയോഗിക്കണവരാണ്. അപ്പോൾ അതൊന്ന് കമ്മിയാക്കിയാൽ നല്ലതാണ്. അത് വില കുറച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്കിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ നമുക്കുള്ള കൂലി പിന്നെ ഈ വാടക ഇതെല്ലാം കൂടി കഴിച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ മുതലാളിക്ക്. അതിപ്പോൾ വളരെ കുറവാണ്. എന്നുവെച്ചാൽ ഒരു കുറ്റി ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കും വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള തന്നെയാണ് ഇപ്പോൾ ഈ കൂടിയത്. നമുക്ക് പണിക്കത് ബാധിക്കുന്നുണ്ട്. ദിവസം കെട്ടിയ 2 ദിവസം പണിയും കിട്ടില്ല. പിന്നെ കയ്യും കാല വേദന, സുഖമില്ല. അപ്പോൾ എങ്ങനെ ഞങ്ങളൊക്കെ 900 വീട്ടിട്ട് നമ്മൾ കേത്തിട്ട് നമ്മൾ എടുക്കുക? അത് പറയേ അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. കുറച്ച് കമ്മിയാക്കണം, അപ്പോഴേ നമുക്ക് ശരിയാവുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ പണിയില്ല, എടുക്കാൻ കഴിയുന്നില്ല, സുഖമില്ല. ഇപ്പോൾ കൊളസ്ട്രോളും പിന്നെ എന്താ പറയുക, ഇത് എന്തെന്തോ രോഗം പറഞ്ഞ് പണിയെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പണിയില്ലാതെ തിരിച്ചു പോവാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ ഗ്യാസിനെ കൂട്ടിയത് തെറ്റ് തന്നെയാണ്. വില കൂടിയത് കുറച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണ ജനങ്ങൾക്കായാലും ജോലിക്ക് പോകുന്ന ആർക്കായാലും ഇന്നത്തെ കാലത്ത് 50 രൂപ കൂടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സാധാരണക്കാർക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ്. ഗ്യാസ് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാനും കഴിയില്ല. മനുഷ്യൻ്റെ തലികത്തിന് 10 പൈസ ഇല്ല. ഞങ്ങൾ പറഞ്ഞ ഗ്യാസിന് വില കൂട്ടിക്കണം, എല്ലാ സാധനത്തിനും വില കൂടില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണം? ഞങ്ങൾക്ക് വാടക കഴിയണം, പിന്നെ ശമ്പളം കഴിയണം. എന്നിട്ട് ഇതുമൊന്ന് വല്ലതും മുതൽ കിട്ടിയെങ്കിൽ കിട്ടി, ചില ദിവസങ്ങളിൽ കിട്ടൂല. ചിലപ്പോൾ പോകത്തിന് ആണ്ടെടുത്ത് കൊടുക്കലാണ്. ഇങ്ങനെ വളരെ കഷ്ടത്തിലാണ്. ഗ്യാസ് എന്നല്ല എല്ലാ കാര്യം. ഗ്യാസിനൊക്കെ വില കൂടുകയാണ്. മനുഷ്യന്മാർക്ക് തൊഴിലുകൾ കമ്മിയാണ്, ആർക്കും പണിയൊന്നുമില്ല. അപ്പോൾ മുമ്പം കയറ്റത്തിലേക്ക് വരികയാണ്. അതൊന്ന്
ജനങ്ങളെ ഒരു പ്രയാസത്തിലാകണ. ശരി, ഓക്കെ. ഗ്യാസിന് വില കൂടി എല്ലാ സാധനത്തിനും വില കൂടും. പാചകവാതകമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് വീട്ടമ്മമാർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വിലവർധനവ് സംഭവിച്ചിട്ടുള്ളത്. സാധാരണക്കാരായ വീട്ടമ്മമാരും പൊതുജനങ്ങളും വ്യാപാരികളും എല്ലാം വലിയൊരു ആശങ്കയിൽ തന്നെയാണ്. അവരുടെ ജീവിതത്തിന്റെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് ഇത്തരം ഒരു വിലവർധനവ് സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായി അധികാരികൾ പരിഹാരം കണ്ടെത്തണമെന്ന് തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10, പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.